അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊട്ടക്ഷൻ ഈസ് പ്രൊവൈഡ് ബൈ MCCB. അതായത് MCCB എന്ന് പറയുന്നത് എന്താണ്, അതിൽ നിന്ന് എന്തൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ ഈ ഉത്തരം ഇത് അടുത്ത വരാൻ പോകുന്നത് ഇൻ ദ ഫുൾ ഫോം ഓഫ് MCCB M സ്റ്റാൻഡ്സ് ഫോർ പറഞ്ഞാൽ ആ രണ്ട് ഉത്തരം നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കാം. MCB എന്താണ്? MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും? ഓവർലോഡിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. അതായത് നമുക്ക് 10 ആമ്പയർ എടുക്കണം, നമ്മൾ അതിന് ഒരു 15 ആമ്പയർ എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരം കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സ്ട്രിപ്പ് ഉണ്ട്, അത് പഴുത്ത് ചൂടായി ട്രിപ്പാക്കും. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, അതായത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫേസ് ന്യൂട്രൽ നമ്മൾ ഷോർട്ടായാലും ട്രിപ്പാകും. അങ്ങനെ ആ ഫാൾട്ട് കറണ്ടിനെ ഇൻട്രപ്റ്റ് ചെയ്യണമാണ് മെയിനായിട്ട് അവൻ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അതിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതാണ് MCCB എന്താണ്? മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെ പ്രൊട്ടക്ഷൻ തരും? ഓവർലോഡ് പ്രൊട്ടക്ഷൻ തരും, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ തരും, അതായത് MCB ചെയ്താൽ അത് ജോലി തരും. അതുകൂടാതെ അതൊരു ഗ്രൗണ്ട് ഫാൾട്ട്, അതായത് എർത്തുമായിട്ടുള്ള ബന്ധമുള്ള പ്രൊട്ടക്ഷൻ തരും. പക്ഷെ അത് ഓപ്ഷണലാണ്, എല്ലാത്തിലും ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. നമ്മളെടുക്കുന്ന MCCBയുടെ അതിൻ്റെ അകത്ത് ഷണ്ട് കോയിൽ എന്നൊക്കെ പറഞ്ഞ കോയിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അതിന് ഡയറക്റ്റ്ലി ട്രിപ്പാക്കാനുള്ള ഒരു സംവിധാനമില്ല. നമ്മൾ വേറൊരു റിലേ അതിനോട് ആഡ് ഓൺ ചെയ്തിട്ട് ആ റിലേ ഇത് മെഷർ ചെയ്ത് റിലേയും ഒരു CT ഒക്കെ വെച്ച് ഇത് മെഷർ ചെയ്തതിന് ശേഷം അതനുസരിച്ച് ട്രിപ്പ് ചെയ്യാനുള്ള സംവിധാനമേ ഉള്ളൂ, ഡയറക്റ്റ് അതിൻ്റെ അകത്ത് വരില്ല. പിന്നെ അതിൻ്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ MCBയെക്കാളും കുറച്ചും കൂടി ഹയർ കറണ്ട് റേറ്റിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് ഈ എത്രയിൽ ട്രിപ്പ് ആവണം എന്നുള്ളത് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ MCB ആണെങ്കിൽ ഒരു 100 ആമ്പയറിന് അടിച്ചാൽ 100 തന്നെ ട്രിപ്പ് ചെയ്യുള്ളൂ. ഇതങ്ങനെയല്ല, അതിൽ ഇപ്പോൾ 90 ട്രിപ്പ് എത്ര പെർസെൻറ്റേജ് ഓഫ് കറണ്ട് വരുമ്പോൾ ട്രിപ്പ് ആക്കണം എന്നുള്ളൊരു സംഭവം അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിപ്പോയേക്കാം. റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ് എന്താണ്? നമ്മുടെ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫാൾട്ട് എർത്തുമായിട്ട് ബന്ധമുള്ളതിന് ആണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് അത് നമുക്ക് ഷോക്ക് അടിക്കാതെ രക്ഷപ്പെടുത്തും. അപ്പോൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ 10 to 30 മില്ലി ആമ്പയറൊക്കെ വരുമ്പോഴത്തേക്ക് സാധനം ട്രിപ്പ് ചെയ്യും. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഈ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസിൽ പെടുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും എർത്ത് ലീക്കേജ് ഗ്രൗണ്ട് ഫാൾട്ട് പ്രൊട്ടക്ഷനാണ് കിട്ടുന്നത്. ഇനി അടുത്ത് RCCB. ഇപ്പോൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ILCBക്ക് ഒരു RCCB ആണ്, റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇതിൻ്റെ അകത്തും എർത്ത് ലീക്കേജും ഗ്രൗണ്ട് ഫാൾട്ട് പ്രൊട്ടക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, എന്തത് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടില്ല, ഷോർട്ട് സർക്യൂട്ട് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡും പ്രൊട്ടക്ഷൻ ഈ പറഞ്ഞ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസായ RCCBയും ELCBക്കും ഇല്ല എന്നുള്ളൊരു കാര്യം ഇതിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ സമ്മറിയാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ. MCB ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടുമാണ്. RCD RCCB ELCB എർത്ത് ലീക്കേജും ഗ്രൗണ്ട് ഫോൾട്ടാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന പോലെ ഏത് സുരക്ഷയാണ് MCCB തരുന്നത്. അപ്പോൾ MCCB തരുന്ന ഏതൊക്കെ? ഓവർലോഡ് തരുന്നുണ്ട്, ഷോർട്ട് സർക്യൂട്ട് തരുന്നുണ്ട്. എർത്ത് ലീക്കേജ് ഡയറക്റ്റ്ലി തരുന്നുണ്ടോ? ഡയറക്റ്റ്ലി തരുന്നില്ല, ഇൻഡയറക്റ്റ്ലി തരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, 4ാമത്തെ ഓപ്ഷൻ ഓൾ ദ എബോവ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓവർലോഡും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്ന് എന്തായാലും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിന് C വേറൊരു ഓപ്ഷനാണ്, എന്നിട്ട് D ഓൾ ദ എബോവ് ആണ് തന്നിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ മീൻസ് ഇതിൽ എർത്ത് ലീക്കേജിന് കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരും, ഇത് ഡയറക്റ്റ് പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഇതിൽ എന്തായാലും ഓവർലോഡ് മാത്രമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് സർക്യൂട്ട് മാത്രമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് മൂന്നും എന്തായാലും ഉണ്ടാവും. ഇത് ഇൻഡയറക്റ്റ്ലി ആണ് എർത്ത് ലീക്കേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള കാര്യം അതിൽ അണ്ടർസ്റ്റുഡായി വരും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ഓപ്ഷൻ ഇത് കറക്റ്റ്, അതായത് ഓൾ ദ എബോവ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതിൽ കറക്റ്റ്. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. MCCBയുടെ ഫുൾ ഫോമിൽ M എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൗൾഡഡ് കേസ്. ഈ കൺഫ്യൂഷൻ വരരുത്. MCB എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്, MCCB എന്ന് പറഞ്ഞാൽ മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കറാണ്. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇതിൻ്റെ അകത്ത് കറക്റ്റ് വരുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ, ഓൺലി 3-pin ഡാഷ് സോക്കറ്റ്സ് ആർ അലൗഡ് ഇൻ ലൈറ്റിംഗ് സബ് സർക്യൂട്ട്. അപ്പോൾ നമ്മുടെ ലൈറ്റിംഗ് സബ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റും ചെറിയ നമ്മുടെ ചാർജിങ് പ്ലഗൊക്കെ ഉള്ള പോയിന്റുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 3-pin നമ്മൾ സാധാരണ ഉപയോഗിക്കുക 5 അല്ലെങ്കിൽ 6 ആമ്പയറിൻ്റെ സോക്കറ്റുകളാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് വരുന്നത്. അപ്പോൾ അത് 5 ലിമിറ്റ് ചെയ്യണം. എന്തിനാണ്? കണക്റ്റഡ് ലോഡ് ഈ സർക്യൂട്ടിൻ്റെ കപ്പാസിറ്റിയേക്കാളും കൂടുതൽ പോകരുത് എന്നുള്ള. അതായത് ലൈറ്റിംഗ് സർക്യൂട്ടിന് സാധാരണ നമ്മൾ 800 വാട്ട്സ് ആണ് അതിൻ്റെ കപ്പാസിറ്റി വെക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു വലിയ പ്ലഗ്, ഇപ്പോൾ വലിയ സാധനം കളക്ട് ചെയ്യാൻ പാകത്തിനുള്ള പ്ലഗ് അവിടെ പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇലക്ട്രിക്കൽ നോളജ് ഉള്ളവരായിരിക്കണം എന്നില്ല അതിൽ
എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യുന്നത്. ഒരു കസ്റ്റമർ ചിലപ്പോൾ ഒരു വലിയ ഒരു ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു എക്യുപ്മെൻറ്റ് അതിൽ കണക്ട് ചെയ്യും. അതുവഴി സർക്യൂട്ട് ട്രിപ്പാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ സംഭവിക്കുമോ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ചോദ്യം ചോദിച്ചേക്കുന്ന സീലിംഗ് ഫാൻ ഷാൽ ബി ഹങ് നോട്ട് ലെസ് ദാൻ ഡാഷ് മീറ്റർ അബവ് ദ ഫ്ലോർ. സീലിംഗ് ഫാൻ സ്ഥാപിക്കുമ്പോൾ തറയിൽ നിന്ന് ആ സീലിംഗ് ഫാനിലേക്ക് എത്ര ഗ്യാപ്പ് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ പ്രകാരം 2.75 ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പല കോഡുകളിൽ IS കോഡ് പ്രകാരമൊക്കെ 2.75 താഴത്തിൽ നിന്ന് 2.75 എന്നുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സീലിംഗ് പൊതുവെ ഒരു 3 മീറ്റർ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു 25 സെൻറ്റിമീറ്റർ താഴത്തേക്ക് വന്നതിന് ശേഷം വെച്ചാൽ ഒരാളുടെ കൈ എത്തിച്ചാലും അത് തട്ടാത്തൊരു സേഫായിട്ടുള്ളൊരു ലിമിറ്റാണത്. ഇപ്പോൾ 2 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്ലോസ് റേഞ്ചാണ്. ഒരാളുടെ ഒരു ശരാശരി ഒരു അത്യാവശ്യം ഹൈറ്റുള്ള ഒരാൾ ഇപ്പോൾ ഒരു 180 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.8 മീറ്റർ ഹൈറ്റ്, അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരാൾ 1.5 മീറ്ററെങ്കിലും ഹൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 150 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കൈ എത്തിച്ച് കഴിഞ്ഞാൽ ഫാൻ കൊള്ളരുതല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ഹൈറ്റ് വെക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രേക്കർ ഈസ് നോട്ട് പെർമിറ്റഡ് ഇൻ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. അപ്പോൾ ബഹുനില കെട്ടിടത്തിൽ താഴെ പറയുന്ന ഏത് ബ്രേക്കറാണ് അനുവദനീയമല്ലാത്ത എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓയിൽ ഫിൽഡ് ബ്രേക്കറാണ്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. RCBO എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്. RCBO എന്ന് പറഞ്ഞാൽ നമ്മുടെ DBയിൽ ഉപയോഗിക്കുന്ന സാധനം. അതെന്തായാലും ബഹുനില കെട്ടിടത്തിൽ ഉപയോഗിക്കാണ്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് LT പാനലിൽ ഉപയോഗിക്കുന്ന ACB എന്ന് പറഞ്ഞാൽ, പിന്നെ ഡ്രോ ടൈപ്പ് VCB HT സൈഡ് 11 kV സൈഡിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ പടമൊക്കെ കാണിച്ചിരുന്നു, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം എയർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. അപ്പോൾ എയർ സർക്യൂട്ട് ബ്രേക്കർ MCCBയെക്കാളും കുറച്ചും കൂടി വലിയൊരു സാധനമാണ്. അത് LT സൈഡിൽ 415 വോൾട്ടിൻ്റെ സൈഡിൽ ഉപയോഗിക്കുന്നു. ഡ്രോ ടൈപ്പ് VCB എന്ന് പറഞ്ഞാൽ HT സൈഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓയിൽ ഫിൽഡ് ബ്രേക്കറാണ് നമ്മൾ ബഹുനില കെട്ടിടങ്ങൾ ഒഴിവാക്കുക. കാരണം ഓയിൽ തന്നെ. കാരണം ഇതിൽ ഫയർ വരാനുള്ള സാധ്യതയും അതങ്ങനെ സ്പ്രെഡ് ആവാനും, പിന്നെ ഓയിൽ ലീക്കേജൊക്കെ വന്ന് അവിടുത്തെ സോയിലും ആൾക്കാർ ഒക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ, ഓയിലും ഇതൊക്കെ ലീക്കേജ് ആയുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. പിന്നെ പുതിയ ബിൽഡിംഗ് കോഡൊക്കെ പ്രകാരം കൂടുതൽ ഈ ഓയിലുള്ളത് ഒഴിവാക്കാനാണ് അവർ പറയുന്നത്, സേഫായിട്ടുള്ളതിന് വേണ്ടി. അപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ ഓപ്ഷനിൽ ഈ പറഞ്ഞ എല്ലാം ഓപ്ഷൻ കൂടാതെ ഇതെല്ലാം പെർമിറ്റഡ്. RCBO ആയിക്കോട്ടെ, എയർ സർക്യൂട്ട് ബ്രേക്കർ ആയിക്കോട്ടെ, VCB ആയിക്കോട്ടെ, MCCB എല്ലാം അലൗഡാണ്. ഓക്കെ. അപ്പോൾ ഇതിലൊന്നും നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഫയറിൻ്റെ റിസ്ക് ഒക്കെ കുറവാണ് ഈ ഓയിലിൽ നോക്കുമ്പോഴത്തേക്കും. പിന്നെ മെയിൻ്റെനൻസും ഈസിയാണ്. ഓയിലൊക്കെ ഉള്ള കുറച്ച് മെയിൻ്റെനൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ഓരോ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഇതാണ് ബെറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രേക്കർ ഈസ് നോട്ട് അലൗഡ് ഇൻ ഫയർ പമ്പ് സർക്യൂട്ട്. അപ്പോൾ താഴെ പറയുന്ന ഏത് ബ്രേക്കറാണ് ഫയർ പമ്പ് സർക്യൂട്ടിൽ അനുവദിക്കാനില്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓൾ ദ എബവ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഫയർ പമ്പ് ശരിക്കും നമ്മുടെ ബിൽഡിങ്ങിന് എന്തെങ്കിലും ഫയർ ഉണ്ടാകുമ്പോഴത്തേക്കും ആ ഫയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പമ്പിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഫയർ വരുന്ന ടൈമിൽ പമ്പ് ഓടിക്കൊണ്ടിരുന്ന് അതിൻ്റെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഓവർലോഡോ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ അത് ട്രിപ്പ് ആവാനുള്ളൊരു സാധനം നമ്മളതിൽ ഘടിപ്പിച്ചാൽ നമ്മുടെ ഇമ്പോർട്ടൻസ്, ഇത് വെക്കണതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ബിൽഡിങ്ങാണ് പ്രധാനം. ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു മോട്ടർ മാത്രമാണ് ഈ ഫയർ പമ്പ് എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് വേറെ ബാക്കിയുള്ള മോട്ടറുകൾ അങ്ങനെയല്ല, അതിനെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള മോട്ടറുകളിൽ നമുക്ക് ഈ പറഞ്ഞ ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഫയർ പമ്പിന് ഈ പറഞ്ഞ ഏത് ബ്രേക്കർ യൂസ് ചെയ്താലും, MCB ആയിക്കോട്ടെ, MCCB ആയിക്കോട്ടെ, LCB ആയിക്കോട്ടെ, ഏത് യൂസ് ചെയ്താലും അവൻ ട്രിപ്പ് ആവുകയും നമ്മളുടെ ഉദ്ദേശിച്ച ഫലം നടക്കില്ല. സാധനം ട്രിപ്പായിരുന്നിട്ട് നമ്മുടെ ബിൽഡിംഗ് കത്തിപ്പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ ബ്രേക്കേഴ്സ്, അതായത് MCB, MCCB, ELCB മുതലായ ബ്രേക്കേഴ്സ് ഒന്നും, അതായത് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഇതൊന്നും നമ്മളത് ഫയറിൻ്റെ പമ്പ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്. ഫയറിൻ്റെ പമ്പാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. വാട്ട് ഈസ് ദ മാക്സിമം പെർമിറ്റഡ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. ഒരു ബഹുനില കെട്ടിടത്തിന് പരമാവധി അനുവദനീയമായ ഡൈവേഴ്സിറ്റി ഫാക്ടർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്താണെന്നും കൂടി നോക്കാം. അതായത് ഇപ്പോൾ ഒരു ബഹുനില കെട്ടിടം തന്നെ ഉപയോഗിക്കുക. അതിൻ്റെ അകത്ത് മൊത്തം ലൈറ്റുകളുടെ ടോട്ടൽ ഇടുമ്പോൾ 100 കിലോവാട്ട് ഉണ്ട്. അവിടുത്തെ HVACയുടെ സിസ്റ്റം നോക്കുമ്പോൾ 200 കിലോവാട്ടും, പിന്നെ അവിടുത്തെ ലിഫ്റ്റും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഒരു 50 കിലോവാട്ടും വരുന്നുണ്ട്. അപ്പോൾ അതായത് അതിൽ ടോട്ടൽ കണക്ട് ലോഡ് 100ഉം 200ഉം 50ഉം കൂടി കൂട്ടിയാൽ 350 വരുന്നുണ്ട്. എന്നാൽ അറ്റ് എ ടൈം ഇത് എല്ലാം നമ്മൾ ഉപയോഗിക്കില്ല. എപ്പോഴും ലിഫ്റ്റ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം എന്നില്ല. ലിഫ്റ്റ് ചിലപ്പോൾ ഐഡിയലായിട്ടിരിക്കാം. HVACയുടെ പല സാധനങ്ങളും എപ്പോഴും ഓടണം എന്നില്ല. ലൈറ്റ് എപ്പോഴും വരണമെന്നില്ല. അപ്പോൾ നമ്മൾ
ഒരു ഒരു പർട്ടിക്കുലർ ഡിമാൻഡ്, അതായത് ഇത് അറ്റ് എ ടൈം ഇത്ര ഇതേ യൂസ് ചെയ്യുള്ളൂ, ഇത്ര ലോഡേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളൊരു സംഭവം നമ്മൾ തീരുമാനിക്കുന്നു. അതപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 250 കിലോ വാട്ട് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ലൈറ്റിൻ്റെ ഒരു 50 കിലോ വാട്ട് യൂസ് ചെയ്യുന്നു അറ്റ് എ ടൈം, HVAC ഒരു 150, പിന്നെ ഒരു എലിവേറ്റേഴ്സ് ഒരു 50, അങ്ങനെ ഒരു 250 മാത്രമാണ് അറ്റ് എ ടൈം യൂസ് ചെയ്യുക എന്നുള്ള കരുതുക. അപ്പോൾ അതും ടോട്ടലും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്, ടോട്ടൽ കണക്റ്റഡ് ലോഡും തമ്മിലൊരു കമ്പാരിസനാണ് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഇപ്പോൾ ഇവിടെ ചെയ്തേക്കണതാണ് ടോട്ടലിൽ 100ഉം 200ഉം 50ഉം കൂടിയാണ് വരുന്നത്. അത് ഡിവൈഡ് ബൈ 250 ചെയ്യുമ്പോൾ നമുക്കൊരു 0.84 എന്ന് പറഞ്ഞ് ഒരു ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഞാനിത് തിരിച്ചാണ് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ലോഡ് എടുത്തു, അതിൻ്റെ ഇത്ര ശതമാനം മാത്രമാണ് അറ്റ് എ ടൈം യൂസ് ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുന്നതിനാണ് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഡിസൈനിൻ്റെ ഇത് കറക്റ്റാക്കാൻ വേണ്ടിയാണ് നമുക്കത് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് അനുസരിച്ച് നമ്മൾ അറ്റ് എ ടൈം എല്ലാ ലോഡും ഓടിക്കുന്നുള്ള രീതിയിൽ നമ്മൾ ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നഷ്ടമായി പോകും. കാരണം അറ്റ് എ ടൈം ഇതെല്ലാം ഓടാൻ സാധ്യതയില്ല, കുറേ സാധനങ്ങൾ ഉപയോഗിക്കപ്പെടില്ല എപ്പോഴും, 100% ഒരിക്കലും വരാൻ സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ ഒരു 80%, ഇപ്പോൾ ഇതിൽ നിന്ന് ഡൈവേഴ്സിറ്റി ഫാക്ടർ 0.84 എന്ന് പറഞ്ഞാൽ ഒരു 80% ലോഡാണ് ഈ 200ഉം 100ഉം 50 കൂട്ടി 350-ൽ അറ്റ് എ ടൈം ഓടാൻ പോകുന്നത് വെറും 250ആണ്. അതായത് ഒരു 80-84% അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഡൈവേഴ്സിറ്റി ഫാക്ടറിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ 1 എടുത്താൽ ശരിയാവില്ല, 100% ആയി പോകും അല്ലേ. 0.8 കൊടുത്തപ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ടു 0.84 എന്നൊക്കെയാണ് വന്നിരുന്നത് അതിൻ്റെ കണക്ക്. അപ്പോൾ 2ഉം 4ഉം ഒന്നും അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഓപ്ഷൻ ഏതാ? 0.5, ഓപ്ഷൻ എ.